ഹലോ കൂട്ടുകാരെ, പത്തരമാറ്റ് സീരിയലിലെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അബിയുടെ കള്ളത്തരങ്ങളെല്ലാം അറിയാതെ ഇങ്ങ് പോവുകയാണ്. അതേസമയം ദേവയാനിയും എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. ആദർശിന്റെ കുഞ്ഞല്ല, അബിയുടെ കുഞ്ഞാണ് ചന്തുമോൾ എന്നുള്ള കാര്യം മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അറിയാം. പക്ഷെ അവിടെയുള്ള വേറെ ചിലരൊന്നും ഇത് അറിഞ്ഞിട്ടില്ല. നവ്യാണെങ്കിലും ആദർശിന്റെ കുഞ്ഞാണ് ചന്തുമോളെന്ന് വിചാരിച്ചിട്ട് ആദർശിനെയും ആ ചന്തുമോളെയൊക്കെ വെറുക്കുകയും ഭയങ്കരമായിട്ട് ആ കുഞ്ഞിനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ ശേഷം നവ്യയ്ക്ക് കാര്യം പിടികിട്ടിയാണ് കേട്ടോ. അബിയുടെ സംഭാഷണത്തിൽ നിന്നും അബി ഫോൺ വിളിക്കുന്നതിൽ നിന്നും അതിനുശേഷം അബിയുടെ ഫോൺ പരിശോധിക്കുമ്പം അതിൽ നിന്ന് എല്ലാ വിവരങ്ങളും നവ്യയ്ക്ക് കിട്ടുകയാണ്. പക്ഷേ നവ്യ അതൊന്നും പെട്ടെന്നൊന്നും പുറത്ത് പറയുന്നില്ല. അങ്ങനെ ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ചന്തുമോളെ നന്നായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയാണ് ദേവയാനി. കാരണം ദേവയാനിയും സത്യങ്ങളെല്ലാം അറിഞ്ഞു. കിരണിൽ നിന്ന് തന്നെ ദേവയാനി എല്ലാ കാര്യങ്ങളും അറിയുകയാണ്. ആദർശിന്റെ കുഞ്ഞല്ല ചന്തുമോളെ എന്നിങ്ങനെ കിരൺ ദേവയാനോട് പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ആദർശ് ഇതെല്ലാം എടുത്ത് തലയിൽ വെച്ചേക്കുന്നത് എന്നിങ്ങനെ ദേവയാന ചോദിക്കുമ്പോഴേക്കും അത് എന്തുകൊണ്ടാണെന്നുള്ളത് ആദർശിനോട് തന്നെ ചോദിക്കണം. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നിയോണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ കിരൺ പറയുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് ദേവയാനി ഇത് നയനോട് ചോദിക്കാണ് കേട്ടോ. അപ്പം നയന പറയുകയാണ്, അമ്മ അറിഞ്ഞതൊക്കെ സത്യമാണ്, അമ്മ ഒന്ന് അനഘയെ ഒന്ന് കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ദേവയാനിയും നയനയും കൂടെ അനഘയെ പോയി കാണുകയും അനഘയോട് സംസാരിക്കുകയും അനഘയെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചന്തുമോളുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റിട്ടുണ്ടെന്ന് നയന പറയുകയാണ്. ചന്തുമോളെ ഞങ്ങളുടെ സ്വന്തം മോളെപ്പോലെ തന്നെയാണ് ഞങ്ങൾ നോക്കുന്നത്, അനഘ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം ദേവയാനിയും പറയുന്നുണ്ട്, സത്യങ്ങളൊക്കെ ഞങ്ങളെപ്പോലെ തന്നെ അനഘയ്ക്കും അറിയാമല്ലോ. ആദർശിന്റെ കുഞ്ഞാണ് ചന്തുമോളെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായത്. ചന്തുമോളെ ഓർത്ത് വിഷമിക്കേണ്ട, ചന്തുമോള് സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അനഘേനെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് ദേവയാനിയും നയനയും കൂടെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് ദേവയാനി നയനോട് ചോദിക്കുന്നുണ്ട്, ആദർശ് എന്തിനാണ് ഇതെല്ലാം എടുത്ത് തലയെ വെച്ചത്, പിന്നെ ആരാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നയന പറയുകയാണ്, അത് പിന്നെ വേറെ ആരാണ്, മുത്തശ്ശൻ്റെ കൊച്ചുമക്കളിൽ ഒരാളാണ് എന്നിങ്ങനെ പറയുമ്പം അത് അബി തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ്. ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടിൽ അബിയാണ് ചന്തുമോളുടെ അച്ഛൻ എന്ന് പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയുകയാണ്, അവൻ ഇത്ര ഒരു കള്ളനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. കാരണം അവൻ്റെ ഒരുപാട് കള്ളത്തരങ്ങളും അവിഹിത ബന്ധങ്ങളും ചുറ്റിക്കളികളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ ഒരു വഴിവെട്ട ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ടെന്നുള്ള കാര്യവും ആ കുട്ടിയുടെ അമ്മ ഇങ്ങനെ ഒരു രോഗം ബാധിച്ച് ഈ അവസ്ഥയിൽ കിടപ്പിലാണെന്നുള്ള കാര്യവും ആ കുഞ്ഞിനെ തന്ത്രപൂർവ്വം അനന്തപുരിയിൽ കൊണ്ടുവന്നിട്ട് അത് ആദർശിൻ്റെ കുഞ്ഞാണെന്ന് ആദർശിൻ്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യുന്നൊന്നും ഞാൻ ഓർത്തില്ല. അവൻ്റെ കാരണം നോക്കി രണ്ടെണ്ണം പൊട്ടിച്ച് ഇറക്കി വിടുകയാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ ദേവയാനി പറയുകയാണ് കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട്, അതൊന്നും വേണ്ടമേ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മുത്തശ്ശൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. കാരണം മുത്തശ്ശനും ഈ വിവരങ്ങളൊക്കെ അറിയാം, മുത്തശ്ശിക്കും അറിയാം. അതുകൊണ്ട് മുത്തശ്ശനാണ് ഞങ്ങളോട് പറഞ്ഞത് ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് പറയണ്ട എന്ന്. തൽക്കാലം ആദർശിൻ്റെ കുഞ്ഞായിട്ട് തന്നെ പോട്ടെ, അനന്തപുരിയിൽ വളരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയന പറയുമ്പോഴേക്കും ദേവയാനി ചോദിക്കുന്നുണ്ട്, അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത്, അച്ഛൻ എപ്പോഴും ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്, എന്നിട്ടിങ്ങനെ ആദർശനെ അപമാനിക്കാൻ കൂട്ടു നിൽക്കുമോ എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട്, അതിൽ വേറൊരു കാര്യമുണ്ട് അമ്മയെന്ന്, എന്താന്ന് വെച്ചാൽ നവ്യേച്ചിയുടെ കാര്യമാണെന്ന് പറയുകയാണ്. നവ്യേച്ചി ഇപ്പം അനന്തപുരിയിലോട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് വന്നതല്ലേ ഉള്ളൂ. ആദർശേട്ടനാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നവ്യേച്ചിക്ക് ഭയങ്കര ദേഷ്യമാണ്. ആദർശേട്ടനോട് ഭയങ്കര വെറുപ്പും ദേഷ്യവും ഒക്കെ കാണിക്കുന്നുണ്ട്. എത്രമാത്രം ആരാധനയോടെ ആദർശേട്ടനെ കണ്ടതാ നവ്യേച്ചി. എന്നിട്ടിപ്പം എന്തെല്ലാമാണ് ആദർശേട്ടനെ പറയുന്നതെന്നറിയാവോ. പോരാത്തതിന് ആ ചന്തുമോളോട് ഭയങ്കര ദേഷ്യത്തിലാണ് പെരുമാറുന്നതും. അത് വേറൊന്നും കൊണ്ടല്ല, ആദർശേട്ടൻ എന്നെ ചതിച്ചു എന്നും എൻ്റെ ജീവിതം നശിപ്പിച്ചു എന്നൊക്കെ ഓർത്തിട്ടാണ് ആദർശേട്ടനോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നതെന്നൊക്കെ അങ്ങനെ പറയുകയാണ് നയന. പക്ഷേ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു തെറ്റ് അഭിയാണ് ചെയ്തിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തതെന്ന് ചോദിച്ചപ്പം നവ്യേച്ചി പറഞ്ഞത് ആ നിമിഷം അവനെ വെട്ടിക്കൊല്ലുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ നിൽക്കുന്ന സ്ഥിതിക്ക് അഭിയാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതെന്ന് അറിയുമ്പോൾ നവ്യേച്ചി ചിലപ്പം വെട്ടിക്കൊല്ലുകയില്ലായിരിക്കും. പക്ഷേ ഈ അനന്തപുരി വിട്ട് ഇറങ്ങും, ആ കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് പോകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അനന്തപത്മനാഭൻ ഈ വീട്ടിൽ വളരേണ്ട കുഞ്ഞല്ലേ. ചേച്ചി ആ കുഞ്ഞിനെയും കൊണ്ട് ഈ വീടിൻ്റെ പടി ഇറങ്ങിയാൽ അതെല്ലാവർക്കും ഭയങ്കര വിഷമമാകും അമ്മേ. അതിനെ എടുത്തുകൊണ്ട് നവേച്ചി സ്വന്തം വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നന്ദാവനത്തിൽ അങ്ങനെ ചെന്ന് കയറുമ്പോഴേക്കും അമ്മയുടെ അച്ഛൻ്റെ അവസ്ഥ എന്താകും. അത് വല്ലാത്ത വിഷമമാകും. കാര്യം മകളെ ചതിച്ച ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ അവരൊരിക്കലും നവ്യേച്ചിയെ നിർബന്ധിക്കില്ല. എങ്കിലും ആ കുഞ്ഞുമായിട്ട് നവ്യേച്ചി അവിടെ പോയി ഒറ്റയ്ക്ക് താമസിക്കുന്നത് അതൊക്കെ ഓർത്തിട്ടാണ് മുത്തശ്ശൻ പറഞ്ഞത് തൽക്കാലം ഈ കാര്യം ആരോടും പറയേണ്ടെന്നുള്ളത്. പിന്നെ ഒരു അവസരം കിട്ടുമ്പോൾ ഇതെല്ലാം വെളിവാകുമെന്നും സത്യം എന്നായാലും പുറത്തു വരുമെന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞെന്ന് പറയുകയാണ്. അന്ന് ആദർശേട്ടൻ ആകുന്നത്ര നിർബന്ധിച്ചതാണ് എല്ലാവരോടും ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തണമെന്ന്. പക്ഷേ മുത്തശ്ശന് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന പോലെ വന്നു. മുത്തശ്ശൻ പറഞ്ഞു, ഈ കുടുംബം ശിഥിലമാകാൻ പാടില്ല.
ഇവിടെ വന്ന വരും തലമുറയിലെ കുഞ്ഞാണ് നവ്യയുടേത്. അതുപോലെ തന്നെ ചന്തുമോളും. രണ്ടും ഒരച്ഛൻ്റെ മക്കൾ തന്നെയാണ്. അതിൻ്റെ പേരിൽ ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വേർപിരിഞ്ഞ് എല്ലാവരും പോകരുത്. അതുകൊണ്ട് ആദർശേ, നീ കുറച്ച് നാൾ കൂടി ഇത് സഹിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെയാണ് ആദർശേട്ടനും ഞാനും തീരുമാനിച്ചത്. നവ്യേച്ചിക്കും കുഞ്ഞിനും വേണ്ടിയിട്ട് ഈ രഹസ്യം രഹസ്യമായി തന്നെ ഇരിക്കട്ടെ എന്നുള്ള കാര്യം. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞതൊക്കെ ഒരു കണക്കിന് ശരി തന്നെയാണ്. നവ്യയുടെ ജീവിതം തകർന്നു പോകും. അഭിയെപ്പോലുള്ള ഒരുത്തൻ്റെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് ആ ബന്ധം അങ്ങ് പിരിഞ്ഞു പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, അതൊക്കെ സത്യം തന്നെയാണ് അമ്മേ. പക്ഷേ തൽക്കാലം ആ കുഞ്ഞിനെ ഓർത്ത് നമുക്കിത് ക്ഷമിക്കാമെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി ഉടനെ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ ഇപ്പം വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ട്. ഇത്രയും നാൾ ഞാൻ ശ്വാസം പിടിച്ചാണ് ജീവിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞ് ആദർശിൻ്റെ ആണെന്ന് അറിഞ്ഞപ്പം മുതൽ ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ പോലും എല്ലാ തെളിവുകളും അവന് എതിരായപ്പോൾ പിന്നെ എനിക്ക് അതിനൊന്നും പറയാനില്ലായിരുന്നു. ഞാൻ ആദർശവാനായിട്ട് വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ മകൻ തന്നെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തല്ലോ എന്നോർത്ത് ഞാൻ ആകെപ്പാടെ തകർന്നിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ മരണക്കിടക്കയിൽ കിടന്നപ്പോൾ എനിക്ക് കരൾ പകത്ത് വന്നവളാ നീ. നിന്നെ അവൻ ചതിച്ചല്ലോ എന്നൊക്കെ ഓർത്തപ്പോൾ എനിക്ക് അവനെ അംഗീകരിക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലമ്മേ. അമ്മയും കൂടി ആദർശേട്ടനെ ഇങ്ങനെ അകറ്റി നിർത്തിയപ്പോൾ ആ പാവം ആകെ തകർന്നു പോയി. അമ്മ ആദർശേട്ടനെ കണ്ട് സംസാരിക്കണം, തെറ്റിദ്ധാരണകളെല്ലാം മാറിയെന്ന് അറിയിക്കണം. അപ്പോൾ ആ മനസ്സിന് ഒരുപാട് ആശ്വാസമാകും എന്ന് പറയുകയാണ് കേട്ടോ. അതുപോലെ തന്നെ അമ്മ ചന്തുമോളെയും സ്നേഹിക്കണം. അബിയുടെ കുഞ്ഞാണ് ചന്തുമോളും. അവൾ നമ്മുടെ വീട്ടിൽ തന്നെ വളരേണ്ട കുഞ്ഞാണ്. അത് മാത്രമല്ല, എൻ്റെയും ആദർശേട്ടനെയും കുഞ്ഞായിട്ടാണ് അവളിപ്പോൾ അനന്തപുരിയിൽ വളരുന്നത്. അതുപോലെ തന്നെ അമ്മയും ആ കുഞ്ഞിനെ കാണണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി പറയുകയാണ്, അതിനെന്താ നയനെ, എനിക്കിപ്പോൾ എൻ്റെ മനസ്സിലെ തെറ്റിദ്ധാരണകളെല്ലാം മാറി. എനിക്ക് ചന്തുമോളോട് ശരിക്കും ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു പാവം കുഞ്ഞ് ആദർശ് ഇങ്ങനെ ചെയ്തല്ലോ എന്നോർത്തപ്പോഴേക്കും അവനോടുള്ള വെറുപ്പാണ് ഞാൻ ആ കുഞ്ഞിനോടും കാണിച്ചത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അവർ അനന്തപുരിയിലോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ആദർശിനെ കണ്ട് ദേവയാനി സംസാരിക്കുന്നൊക്കെയുണ്ട്. ദേവയാനി ആദർശിനോട് പറയുന്നുണ്ട്, മോനെ, സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. നിന്നെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ച് പോയടാ മോനെ. ഒരമ്മ നിന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കരുതായിരുന്നു. നിന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഞാൻ തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് അതിന് കഴിഞ്ഞില്ല മോനെ. നീ നയനയെ വഞ്ചിച്ചെന്നറിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യമാണ് വന്നത്. അതുകൊണ്ടാണ് നീ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞാൻ അംഗീകരിക്കാതിരുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, അതൊക്കെ എനിക്ക് മനസ്സിലായ അമ്മേ. ഇപ്പം അമ്മ സത്യങ്ങളെല്ലാം അറിഞ്ഞില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ, ഞാൻ അറിഞ്ഞു മോനെ. ഞാൻ കിരണിനോട് സംസാരിച്ചിരുന്നു. പിന്നെ നയന എന്നെ അനഘയുടെ അടുത്ത് കൊണ്ടുപോയി കാര്യങ്ങളെല്ലാം വ്യക്തമായി പറയുകയും ചെയ്തു എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, മുത്തശ്ശൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ നിൽക്കുന്നത്. അബിയുടെ കാര്യം എല്ലാവരോടും പറയാത്തത്. അബി ചന്തുമോളെ അപായപ്പെടുത്താൻ വരെ സാധ്യതയുണ്ട്. കാരണം മുത്തശ്ശനത് പേടിയാണ്, ആ കുഞ്ഞിനെ എങ്ങാനും അവൻ ഇല്ലാതാക്കുമോ എന്നുള്ളൊരു കാര്യം. അനഘയും ഇപ്പോൾ ഇങ്ങനെ കിടപ്പിലായിരിക്കുന്നത് അവൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ എന്നുള്ളത് അറിയില്ല. മുത്തശ്ശന് പേടിയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് മുത്തശ്ശൻ പറഞ്ഞത് ഉടനെയൊന്നും ഇത് വെളിപ്പെടുത്തണ്ട എന്നുള്ള കാര്യം. അതുപോലെ നവ്യയുടെ ജീവിതം മുത്തശ്ശൻ ഓർത്തു. മുത്തശ്ശന് ദീർഘവീക്ഷണമുള്ള ആളല്ലേ. അതൊക്കെ ഓർത്തിട്ടാണ് മുത്തശ്ശൻ എന്നോടൊന്നങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുകയാണ്, ശരിയാ മോനെ, എനിക്കിപ്പം മനസ്സിന് നല്ല ആശ്വാസമായി മോനെ. പഴയതിനേക്കാൾ കൂടുതൽ എനിക്കിപ്പോൾ നിന്നെ ഒരുപാട് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ചന്തുമോളെയും എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുകയാണ്. അങ്ങനെ അവർ നല്ല സന്തോഷത്തോടു കൂടി തന്നെ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ അബി ആണെങ്കിൽ ഓരോ നിമിഷവും നവ്യയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ചന്തുമോളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആദർശിനെ വെറുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ നവ്യ അബിയോട് ചോദിക്കുന്നുണ്ട്, അതെ അബി, നിനക്ക് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിക്കാമെന്ന് മുത്തശ്ശൻ പറഞ്ഞിരുന്നതല്ലേ? അതിനെക്കുറിച്ച് ഒരു കാര്യവും പിന്നെ പറഞ്ഞില്ലല്ലോ. ആ കാര്യം എന്തായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്കും അബി പറയുന്നുണ്ട്, അതെന്താകാൻ, അതിനിനി ആദർശ് കനിയണമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നെക്കാൾ ഇളയവനാണ് അനി. എന്നിട്ട് അവന് 3 ബ്രാഞ്ചിൻ്റെ ചുമതലയാണ് ഏൽപ്പിച്ചേക്കുന്നത്. എന്നിട്ട് എനിക്കൊരു ബ്രാഞ്ചിൻ്റെ ചുമതല പോലും തന്നിട്ടില്ല. ഞാൻ പോലും ചെയ്യാത്ത തെറ്റാണ് ആദർശ് എന്ന് പറയുന്ന അവൻ ചെയ്തേക്കുന്നത്. എന്നിട്ട് അവൻ ഇപ്പോഴും കമ്പനിയുടെ തലപ്പത്ത് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നവിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നവ്യ ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ നിന്നോട് മാത്രം ഇങ്ങനെ ഒരു വേർതിരിവ് കാണിക്കുന്നത് എന്താന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അഭി പറയുന്നുണ്ട്, അതെന്താണെന്ന് നിനക്കറിയില്ലേ നവ്യേ? എൻ്റെ അമ്മ ഇവിടുത്തെ ദത്തുപുത്രിയല്ലേ, അതിലുണ്ടായ കുഞ്ഞല്ലേ ഞാൻ. അപ്പം എന്നെ ആ കണ്ണിലൂടെയല്ലേ അവർ കാണുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ആ, ഞാൻ ഇടയ്ക്ക് അതേപ്പറ്റി പോയി സംസാരിച്ചായിരുന്നു. പക്ഷേ മുത്തശ്ശൻ പറയുന്നത് കുറച്ചുകൂടെ കഴിയട്ടെ എന്നാ പറയുന്നതെന്നൊക്കെ ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ നവ്യ പറയുന്നുണ്ട്, അതൊക്കെ എന്തൊരു ന്യായവാ. കാര്യം നിന്നെ ഞാൻ ഒരുപാട് എതിർത്തിട്ടുണ്ട്. നിന്റെ കയ്യിലും ഒരുപാട് തെറ്റുകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുകയാണ് അവരെക്കാളൊക്കെ ബെറ്റർ നീയാണെന്ന്. ഇതിനേക്കാളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നാണക്കേട് ഉണ്ടാക്കിയിട്ട് ആ ആദർശന് ഈ കമ്പനിയുടെ MD സ്ഥാനവും കൊടുത്തിട്ട് നിനക്ക് ഒരു ബ്രാഞ്ചിന്റെ ചുമതല പോലും തരാതിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അവിടെ ഒരു വേർതിരിവില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് നിന്റെ അമ്മയും ചന്തുമോളെ പോലെ ഇവിടെ കൊണ്ടൊന്ന് താമസിപ്പിച്ചാലേ അതുകൊണ്ടായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇത് തന്നെയാടി ഞാനും അമ്മയും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ ഭയങ്കര വേർതിരിവൊക്കെ ഉണ്ട്.
അതുകൊണ്ട് തന്നെയാ എന്നോട് ഈ ഇരട്ടത്താപ്പ് നയം കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അഭി പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നവിക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. നവ്യ പറയുകയാണ്, ആ ചന്തുമോളില്ലേ ആ കൊച്ച് എപ്പോഴും ഈ മുറിയിലോട്ട് കയറി വരും, കുഞ്ഞുവാവ കുഞ്ഞുവാവ എന്ന് പറഞ്ഞ്. എനിക്കതിനെ കാണുമ്പോൾ പോലും ദേഷ്യമാണ്. കാര്യം അതൊരു കുഞ്ഞു കുട്ടിയൊക്കെ തന്നെയാണ്. പക്ഷേ എന്തോ എനിക്ക് അതിനോട് നല്ല വെറുപ്പാ തോന്നുന്നേ. ഇവിടെ വരുമ്പോഴേ ഞാൻ വഴക്ക് പറഞ്ഞ് ഓടിച്ചു വിടും. അതൊന്നും നയനയ്ക്കും ആദർശനും ഒന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എനിക്ക് അങ്ങനെയൊക്കെ ആകാനേ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നവ്യ. അപ്പോൾ അഭി പറയുന്നുണ്ട്, ശരിയാ. ആ കൊച്ചിനെ ഇവിടെ അടുപ്പിക്കാത്തത് തന്നെയാണ് നിനക്കും നല്ലത്. ആ കൊച്ച് ചിലപ്പോൾ നമ്മുടെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്താലോ. അതുകൊണ്ട് ആ കൊച്ചി ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ നീ നമ്മുടെ റൂമിലോട്ടൊന്നും കയറ്റണ്ട, നമ്മുടെ കുഞ്ഞിൻ്റെ അടുത്ത് അടുപ്പിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അബി ഇങ്ങനെ ഓരോ കള്ളത്തരങ്ങൾ ഇങ്ങനെ പറയുമ്പോഴും അബിയുടെ മനസ്സിൽ ചെറിയ ടെൻഷനൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഈ കൊച്ചിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട്? ഇപ്പം എങ്ങനെയെങ്കിലും ഈ ചന്തുമോളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയേ പറ്റത്തുള്ളൂ. ഇവൾ ഈ വീട്ടിൽ നിൽക്കും തോറും പിടിക്കപ്പെടാനുള്ള ചാൻസും കൂടിക്കൂടിയാണ് വരുന്നത്. ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നവ്യയുടെ മനസ്സ് മാറിയിട്ട് ഇനി അവൾ ആ ചന്തുമോളെ കാണും അടുപ്പിക്കുവോ, അന്നേരം സത്യങ്ങളെല്ലാം അറിയോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ട്. ആദർശും നയനയും ആരോടും എതിർപ്പൊന്നും പറയാതെ തന്നെ സ്വന്തം കുഞ്ഞായിട്ട് തന്നെയല്ലേ അതിനെ അങ്ങ് വളർത്തുന്നത്. വെറും ഒരു DNA ടെസ്റ്റ് എടുത്താൽ തന്നെ ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നുള്ളത് അറിയാൻ പറ്റും. എന്നിട്ട് പോലും മുത്തശ്ശനോ ആദർശോ അതിനൊന്നും മുതിരുന്നില്ലല്ലോ. ഒന്നും അറിയാനും തയ്യാറാകുന്നില്ല. അതിന്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ? ഇനി ആദർശ് നയനയും മുത്തശ്ശനും ഒക്കെ ഒത്തു കളിക്കുന്നതാണോ? നയനെ ഇത്രയധികം പ്രകോപിച്ചിട്ടും നയനയും അതിനെതിരൊന്നും നിൽക്കുന്നില്ലല്ലോ. നയനയും ആദർശിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയല്ലേ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ അബി. എന്നിട്ട് അബി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഈ സത്യങ്ങളൊക്കെ ഇവരാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഈ കൊച്ചിനെ ഇല്ലാതാക്കും. ഇത് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അനഘയുടെ കാര്യവും പോയിക്കോളും. പിന്നെ ഇങ്ങനൊരു കാര്യം എൻ്റെ തലയിലേക്ക് വന്ന് കയറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അബി വിചാരിക്കുകയാണ് കേട്ടോ. അതേസമയത്ത് തന്നെ നമ്മുടെ പുരോഹിതൻ പറയുന്നുണ്ട്, ആദർശന് ഇപ്പം മോശം സമയമാണ്, അതുകൊണ്ട് വീടിനകത്ത് കുറച്ച് പൂജകളൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആദർശിന്റെ ഭാര്യ നയനെ കുറച്ച് വ്രതമൊക്കെ എടുക്കണം, അതുപോലെ തന്നെ പൂജകളൊക്കെ ചെയ്യണം, വഴിപാടുകളും നേർച്ചകളും ഒക്കെ നടത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആദർശിന്റെ ഭാഗത്തെ ദോഷം മാറ്റാനല്ലേ, അതുകൊണ്ട് ആദർശിന്റെ ഭാര്യ തന്നെ ഈ പൂജകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പുരോഹിതനും പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാം എന്നിങ്ങനെ മുത്തശ്ശനും പറയുന്നുണ്ട്. ആദർശന് ഇപ്പോൾ കുറച്ച് മോശം സമയമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ അപവാദങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നയനോട് വന്നിട്ട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട്, മോളെ പുരോഹിതൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് പൂജകളൊക്കെ ചെയ്യണമെന്നുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ആദർശൻ്റെ ദോഷ സമയമാണ്, അത് മാറാനും അതുപോലെ തന്നെ ദേവയാനിക്ക് വേണ്ടിയിട്ട് അന്ന് കുറച്ച് പൂജകളും വഴിപാടുകളൊക്കെ നേർന്നിരുന്നു ആ കരൾമാറ്റ ശസ്ത്രക്രിയയൊക്കെ നടന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് ചെയ്തു തീർക്കണം, ഇനി ഒന്നും പെൻഡിങ് ഇടാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ചെയ്തോളാം മുത്തശ്ശ, അതൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കി വേണ്ടതുപോലെ ചെയ്തോളാം, അതോർത്ത് മുത്തശ്ശൻ ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമുക്കിത് ജലജയ്ക്കും ജാനയ്ക്കും ഒന്നും അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴേക്കും ജലജ ചോദിക്കുന്നുണ്ട്, എന്താ ഇത്, ഇവളാണോ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, ഇവളുടെ നേതൃത്വത്തിലാണോ ഈ പൂജകളൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നയനയല്ലേ ഇവിടുത്തെ മൂത്ത മരുമകൾ, അപ്പോൾ പിന്നെ അവളല്ലേ അത് ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ജലജ പറയുകയാണ്, അല്ല നയനയല്ലല്ലോ ഇവിടുത്തെ മൂത്ത മരുമകൾ, നവ്യയല്ലേ മൂത്ത മരുമകൾ, അവളല്ലേ അബിയുടെ ഭാര്യ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, അബിയല്ലല്ലോ ആദർശല്ലേ ഇവിടുത്തെ മൂത്ത കൊച്ചുമോൻ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനാമിക അവിടെ ഉണ്ട് കേട്ടോ. അനാമികയ്ക്ക് ഇതൊന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴേക്കും ജാനകി ഉടനെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അനാമികയ്ക്ക് ഇതൊന്നും ബാധകമല്ലേ എന്ന്. അനാമിക ഇവിടുത്തെ ഇളയ മരുമകളല്ലേ, ആദർശിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഇവിടെ ഇപ്പോൾ പൂജകളൊക്കെ ചെയ്യാൻ പോകുന്നത്, അത് ചെയ്യേണ്ടത് ആദർശിൻ്റെ ഭാര്യ നയന തന്നെയല്ലേ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ദേവാനി പറയുന്നുണ്ട്, അതെ, എന്തായാലും നയന തന്നെയാണ് ഈ പൂജകളൊക്കെ ചെയ്യുന്നത്, വേറെ ആരും ഇവിടെ കടിപിടിയൊന്നും കൂടാൻ വരണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ. അങ്ങനെ നയന പൂജയൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ, വ്രതങ്ങളും എടുക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ പൂജ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പൂജകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവർക്കൊന്നും അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, അവരൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേവാനിനും ചില സമയത്ത് വാക്കുകളൊക്കെ കൊണ്ട് ഇങ്ങനെ ചൊടിപ്പിക്കുന്നൊക്കെയുണ്ട്. അതൊന്നും വക വയ്ക്കാതെ ദേവാനി ഇങ്ങനെ നയനേനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് കാണുമ്പോഴേക്കും അവിടെ നിന്ന് ജലജയും ജാനകി അനാമിയൊക്കെ വല്ലാണ്ടങ്ങ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏട്ടത്തി എന്തിനാ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇവള് വന്നു കയറിയ അന്ന് മുതൽ ഈ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയത്. അങ്ങനെ ഒരുത്തി കൊണ്ട് ഈ പൂജ ചെയ്യിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ കണ്ടില്ലേ, സ്വന്തം ഭർത്താവിന്റെ ഭാഗത്ത് ഇത്രയും തെറ്റുകൾ സംഭവിച്ചിട്ട് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുകയല്ലേ, ഇവിടുത്തെ സ്വത്തും പണമൊക്കെ ആഗ്രഹിച്ചിട്ടല്ലേ ഇവൾ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനോട്ടോ ജലജ. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, ജലജെ നീ ഒന്നും മിണ്ടാതിരിക്കുക, ഇതിപ്പോൾ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമല്ലേ, എന്നെപ്പോലെയല്ല എല്ലാവരും എല്ലാവരും സ്വത്തും പണവും കണ്ടിട്ടല്ല ജീവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്,
അല്ല വല്യമ്മേ, ഇവൾ അതല്ലാതെ പിന്നെ വേറെ എന്താഗ്രഹിച്ചിട്ടാണ് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്? ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ആദർശേട്ടനെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം വീട്ടിലോട്ട് പോയി നിന്നാൽ കഞ്ഞി കുടിക്കാനെങ്കിലും നിവൃത്തിയുണ്ടോ? അതില്ലാത്ത കൊണ്ടല്ലേ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നത്. ആദർശിനെ കണ്ടുപിടിക്കുക എന്നാണല്ലോ എല്ലാവരും പറയാറുള്ളത്. ഇപ്പൊ ഞങ്ങളൊക്കെ കണ്ടു പഠിക്കണോ? ഇനിയിപ്പോൾ നയനയും കൂടെ കണ്ടു പഠിക്കണമായിരിക്കുമല്ലേ? അതിൻ്റെ കൂടെ അനിയുടെ തോന്നിയവാസം, അതായത് ഇവളുടെ അനിയത്തിയുടെ കൂടെ നടക്കുന്നില്ലേ, അതും കൂടെ ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമായിരിക്കുമല്ലേ? എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ അനിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഞാൻ ദേ ഇവിടുന്ന് എൻ്റെ വീട്ടിലോട്ട് അപ്പം തന്നെ ഇറങ്ങും. അങ്ങോട്ട് ചെന്ന് എൻ്റെ അച്ഛനും അമ്മയും എന്നെ പൊന്നുപോലെ നോക്കും. ഇവിടെ കിടന്ന് വലിയേണ്ട ഒരു കാര്യവും എനിക്കില്ല. പിന്നെ ഇവിടുത്തെ മുത്തശ്ശനെ ഓർത്തിട്ടും പിന്നെ ഈ കുടുംബത്തിൻ്റെ പേര് കളയണ്ടെന്ന് ഓർത്തിട്ടും മാത്രമാണ് ഞാനിവിടെ എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഒക്കെ നിൽക്കുന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും നമ്മുടെ ദേവാനിക്ക് സങ്കടമാകുന്നുണ്ട്. കാര്യം ദേവാനിക്ക് പിടിവിട്ട് കഴിഞ്ഞു. ദേവാനി ഉടനെ സത്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ഇത്രയും കലബലയൊന്നും കൂട്ടണ്ട. ഞാൻ മരണക്കിടക്കയിൽ കിടന്നപ്പോൾ എനിക്ക് കരൾ തന്ന് സഹായിച്ചത് ഇവളാണ്. നിങ്ങളെല്ലാവരും പറഞ്ഞില്ലേ കരൾ തന്ന പെൺകുട്ടിയെ ഞാൻ അന്വേഷിച്ചു കുറേ നടന്നെന്നൊക്കെ. ഞാൻ കണ്ടെത്തി അത് എൻ്റെ മരുമകൾ തന്നെയാണ്. ആ ഒരു സമയത്ത് എനിക്ക് കരൾ തന്ന് സഹായിക്കാൻ പലർക്കും സാധിക്കുമായിരുന്നല്ലോ. എന്നിട്ടും ആരും അത് ചെയ്തില്ലല്ലോ. എനിക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുന്നത് ഇവളാണ്. എന്നിട്ട് ഞാനത് അറിയണ്ടെന്ന് പറഞ്ഞു. ആദർശും അവളും മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ മാത്രമേ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നെ അറിയിക്കാൻ കൂടി അവർ തയ്യാറായില്ല. പിന്നെ അതിനൊക്കെ ശേഷം ഞാൻ സ്വയം കണ്ടെത്തുകയായിരുന്നു ചെയ്തത് ഇവളാണെന്നുള്ള കാര്യം. എന്നിട്ടും ഞാൻ ഇവളെ സ്നേഹിച്ചു. എനിക്കിനിയിപ്പം എൻ്റെ മകളാണ് ഇവള്, അല്ലാതെ എൻ്റെ മരുമകളല്ല. ഈ വീട്ടിലുള്ള ആർക്കും എൻ്റെ നയനമോളെ കുറ്റപ്പെടുത്തി സംസാരിക്കാനുള്ള യോഗ്യതയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ വീട്ടിലേക്ക് വരേണ്ട മോള് തന്നെയാണ് നയനമോള്. ഇനി ഒരാളും നയനമോളെ കുറ്റപ്പെടുത്തി ഇവിടെ സംസാരിക്കരുത്. അനന്തപുരി തറവാട്ടിലെ മൂത്ത മരുമകൾ നയന തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ചില അവകാശങ്ങൾ അവൾക്ക് തന്നെയാണുള്ളത്. അതുകൊണ്ട് വേറെ ആരും ഇനി അതിൽ ഇടപെടാൻ വരരുതെന്ന് പറയുകയാണ് കേട്ടോ ദേവയാനി. ദേവയാനി ഈ സത്യങ്ങളെല്ലാം അങ്ങോട്ട് പറയുമ്പോഴേക്കും കരൾ വന്നത് നയനയാണെന്നൊക്കെ അങ്ങ് പറയുമ്പോഴേക്കും ജാനകിയും ജലജയും അനാഭിയയും കൂടി അങ്ങ് കണ്ണു തള്ളി നിൽക്കുകയാണ് കേട്ടോ. ദൈവമേ, ഇവളാണ് കരൾ കൊടുത്തത്, ഇവളെന്തിനാ ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ജലജ ചോദിക്കുമ്പോഴേക്കും അനാമിക പറയുകയാണ്, വേറെന്തിനു ചെയ്യാനാ? അതും ഇവിടെ തന്നെ താങ്ങി പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇപ്പം കണ്ടില്ലേ വല്യമ്മ അവളുടെ സൈഡിലായത്. വല്യമ്മയ്ക്ക് നയന എന്നുള്ള പേര് കേൾക്കുന്ന പോലും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം കണ്ടില്ലേ കരൾ കൊടുത്തതിൻ്റെ ഗുണം. ഈ ഗുണത്തിന് വേണ്ടിയിട്ടാണ് അവൾ കരൾ കൊടുത്തത്. കരളിൻ്റെ ഭാഗം കൊടുത്തു എന്ന് പറഞ്ഞാൽ അവൾക്ക് വലിയ നഷ്ടമൊന്നും ഇല്ലല്ലോ. എൻ്റെ പ്രതിഫലമായിട്ട് കോടികളല്ലേ അവൾക്ക് കിട്ടാൻ പോകണത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട് മിണ്ടാതിരുന്നോണം. എന്നിട്ട് ദേഷ്യത്തോടെ തന്നെ അനാമികയോട് പറയുന്നുണ്ട്, നീ എന്തിനാ ഇപ്പം ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നയനയെ വിലയിരുത്താനായിട്ട് ഒരുത്തികളും വരണ്ട. അങ്ങനെ എല്ലാവരും സത്യങ്ങളൊക്കെ അറിയുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ അബി ആകെ പരിങ്ങലിലാണ്. അബി ഇപ്പോഴും ടെൻഷൻ അടിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. കാരണം അബിയെ കുറിച്ചുള്ള സത്യങ്ങൾ ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലല്ലോ. ഇവിടെ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ അബി റൂമിൽ ഇരുന്നിട്ട് ആ ഗുണ്ടകളെ വിളിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഗുണ്ടകളോട് ചോദിക്കുന്നുണ്ട്, എടാ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അവർക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? അപ്പോഴേക്കും ആ ഗുണ്ടകൾ പറയുന്നുണ്ട്, അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അവൾ അങ്ങനെ തന്നെ കിടക്കുകയാണ്, അവൾക്കൊരു മാറ്റമില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അബി പറയുന്നുണ്ട്, അങ്ങനെ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് അവളെ അങ്ങ് തീർക്കണം. എത്ര നാളെ എങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. ഇവക്ക് മാറ്റം ഉണ്ടാകും എന്നൊക്കെ ഓർത്തിട്ട് മരണം വരുന്നുമില്ലല്ലോ അവക്ക്. പിന്നെ ദേ ഇവിടെ ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടില്ലേ. ഇപ്പം എല്ലാവരും അത് ആദർശിൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞ് അംഗീകരിച്ചേക്കുക. അവനും അത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവൻ്റെ ഭാര്യയും അത് അംഗീകരിക്കുന്നുമുണ്ട്. ഇപ്പോൾ ആ കൊച്ചിനെയാണെങ്കിൽ അവർക്കുണ്ടായ സ്വന്തം മോളെ പോലെ തന്നെയാണ് അവർ പരിചരിക്കുന്നോ നോക്കുന്നതൊക്കെ. അതൊക്കെ കാണുമ്പോൾ എനിക്കൊരു പേടിയാകുന്നുണ്ട്. അവരൊക്കെ എല്ലാം അറിഞ്ഞോന്ന് എനിക്കൊരു സംശയമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ഇതൊക്കെ കാണുമ്പോഴേക്കും എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ അഭി പറയുമ്പോഴേക്കും തന്നെ ആ ഗുണ്ടകൾ പറയുന്നുണ്ട്, അങ്ങനെ ആ ഒരു സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം സാർ അവിടെ കാണുമായിരുന്നോ? സാറിനെ അവരെ അടിച്ച് പുറത്താക്കുകയല്ലായിരുന്നോ? ദർശനം ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സാറിന് അവിടെ നിലനിൽപ്പുണ്ടോ സാറേ എന്നൊക്കെ ഇങ്ങനെ ആ ഗുണ്ടകൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആരും അങ്ങനെ ഒന്നും പെരുമാറുന്നില്ലല്ലോ. സംശയാസ്പദമായിട്ട് ആരും തന്നെ ഒന്നും പറയുന്നുമില്ലല്ലോ. അതാണ് എനിക്ക് പേടി എന്നൊക്കെ ഇങ്ങനെ അഭിയും പറയുന്നുണ്ട്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് തെളിയിക്കാനായിട്ട് മുത്തശ്ശൻ ഒരു DNA ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അതുപോലും ചെയ്യാതെ മുത്തശ്ശൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് പേടിയാണ് ഉണ്ടാവുന്നത്. എല്ലാവരും കൂടെ നാടകം കളിച്ച് എന്നെ ട്രാപ്പിലാക്കാൻ നോക്കുവാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെയും കൂടെ നമുക്ക് ഇല്ലാതാക്കണം. ഈ സത്യങ്ങൾ എങ്ങാനും നവ്യയും അതുപോലെ മറ്റുള്ളവരും അറിഞ്ഞാൽ മുത്തശ്ശൻ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കും. അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുത്തശ്ശൻ എന്നെ ഇവിടെ നിർത്തത്തില്ല. അതുകൊണ്ട് അതിനൊക്കെ മുമ്പ് തന്നെ നമുക്ക് അവളെയും ആ കുഞ്ഞിനെ അങ്ങ് തീർത്തേക്കണം. ആ കുഞ്ഞിവിടെ നിൽക്കുന്നത് അത്ര സേഫ് ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതിനെയും കൂടെ അങ്ങ് കൊന്നു കളഞ്ഞാൽ ആ പ്രശ്നം അങ്ങ് തീരും. അനഘ പിന്നെ ഒരു കിടപ്പ് രോഗിയാ. ഏത് സമയം വേണമെങ്കിലും അവൾക്ക് ആ ജീവൻ അങ്ങ് പൂക്കോളും. അതിനെ പെട്ടെന്ന് തീർക്കാനും പറ്റും. പക്ഷേ കൊച്ചിനെ കൂടി എങ്ങനെയെങ്കിലും നമ്മൾ ഇല്ലാതാക്കണം. പറയുകയാണ്, അങ്ങനെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് കിട്ടിയാൽ ഞാൻ പറയുമ്പം നിങ്ങൾ എന്നെ സഹായിക്കാനായിട്ട് ഇവിടെ ഉണ്ടാവണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നവ്യ പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു.
ഇതൊക്കെ നമ്മുടെ നവ്യ അങ്ങ് കേൾക്കുകയാണ്. നവ്യയ്ക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് കേട്ടോ. ചന്തുമോളുടെ അച്ഛൻ അഭിയാണ് അനഘയെ ചതിച്ചതെന്നും ഇപ്പം ഈ നാടകം കളിക്കുന്ന മുഴുവൻ അഭിയാണെന്നും ഒക്കെ മനസ്സിലാവുകയാണ് കേട്ടോ. അത് കേട്ടങ്ങ് സ്തംഭിച്ച് നിൽക്കുകയാണ് നവ്യ. അഭിയാണെങ്കിൽ കട്ടിലിരുന്ന് ഇങ്ങനെ ഫോൺ വിളിക്കുകയല്ലേ. പെട്ടെന്ന് നവ്യ ഒന്നും അറിയാത്ത പോലെ അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ. അഭി ഞെട്ടിപ്പോവുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ അഭി നവ്യയുടെ മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ. ഇതെല്ലാം അവൾ കേട്ടോ എന്നുള്ള രീതിയിൽ ആ ഒരു ഷോക്കിൽ തന്നെ അബി പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അബിയുടെ കയ്യിൽ നിന്ന് ആ ഫോണൊക്കെ താഴെ പോകുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട്, എന്താ, എന്ത് പറ്റി? അബി ചോദിക്കുന്നുണ്ട്, എന്താ, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്കും നവിയും നന്നായിട്ട് തന്നെ അഭിനയിക്കുകയാണ് കേട്ടോ. നവ്യ ഉടനെ പറയുന്നുണ്ട്, ഇതെന്താടാ എനിക്ക് റൂമിലോട്ട് വരാൻ പാടില്ലേ, നീ ആരെയും ഫോൺ വിളിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്കും ഞാൻ പറയുന്ന വല്ലതും നീ കേട്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ അഭി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ഇല്ല, അതിനു മുമ്പ് നീ ഫോൺ താഴെ ഇട്ടില്ലേ, ഞാനൊന്നും കേട്ടില്ല, നീ ആരോടാ സംസാരിച്ചുകൊണ്ടിരുന്നത്, എന്താ സംസാരിച്ചുകൊണ്ടിരുന്നത്, നിന്റെ മുഖം കണ്ടിട്ട് എന്തോ ഒരു തെറ്റ് ചെയ്ത ലക്ഷണമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ നവ്യ ചോദിക്കുകയാണ് കേട്ടോ അഭിയോട്. അപ്പോൾ അഭിക്ക് ഒരു ടെൻഷനൊക്കെ ആവുന്നുണ്ട്. എന്താണ് ആ ഫോണിലുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. അഭി പിന്നെ അങ്ങോട്ട് അഭിനയിക്കാൻ തുടങ്ങിയാണ്. ആകെപ്പാടെ മനുഷ്യൻ ടെൻഷൻ അടിച്ച് നടക്കുമ്പോഴാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അഭി അങ്ങനെ റൂമിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും നവ്യയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നവ്യ പെട്ടെന്ന് ഫോണൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാണ് കേട്ടോ. അങ്ങനെ നവ്യ ആ ഫോൺ പരിശോധിക്കുമ്പോഴേക്കും തന്നെ കാണുന്നുണ്ട് അനഘയുടെ വാട്സപ്പ് ചാറ്റും ഗുണ്ടകളുമായിട്ടുള്ള വാട്സപ്പ് ചാറ്റും കാര്യങ്ങൾ, അവരെ വിളിച്ചതും എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ നവ്യ കാണുന്നുണ്ട്. നവ്യയ്ക്കും ഇത് കാണുമ്പോൾ വല്ലാത്ത വിഷമമൊക്കെ ആവുന്നുണ്ട്. പക്ഷെ നവ്യ ഈ സത്യങ്ങളൊന്നും പുറത്ത് പറയുന്നില്ല. എന്നിട്ട് നവ്യ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അപ്പം എല്ലാ തെറ്റുകളും ചെയ്യുന്നത് ഇവനാണ്. എന്നിട്ട് അതെല്ലാം തന്ത്രപൂർവ്വം ആദർശിൻ്റെ തലയിൽ കൊണ്ട് ഇടുകയായിരുന്നു. പാവം ആദർശേട്ടനെ നയനെയും ഞാൻ എന്തോരം ഇതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തി സംസാരിച്ചു. ആ ചന്തുമോളെയും ഞാൻ വെറുത്തു. അതൊക്കെ ഇവൻ്റെ ഡ്രാമയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുകയാണ് കേട്ടോ നവ്യ. അപ്പോഴേക്കും തന്നെ നവ്യ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇനിയിപ്പോൾ ഈ സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെയും അതുപോലെ തന്നെ ചന്തുമോളെയും കൊല്ലാൻ ഇവൻ മടിക്കില്ല, എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് ഇതൊന്നും അറിയാത്ത പോലെ തന്നെ ഇരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ദേവയാനയും ആദർശം നയനെയൊക്കെ ചന്തുമോളെ ഒരുപാട് സ്നേഹിക്കുന്നുമുണ്ട്. അതൊക്കെ കണ്ട് ഇങ്ങനെ വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ് കേട്ടോ നവ്യ. അവസാനം അബിയുടെ കുഞ്ഞാണ് ചന്തുമോളെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടും നയനയും ആദർശും വല്യമ്മയും മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ ആ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹവും അതിനെ ലാളിക്കുന്നതൊക്കെ കാണുമ്പോഴേക്കും അവർ നമ്മുടെ നവ്യയ്ക്ക് വിഷമമൊക്കെ ആവുകയാണ് കേട്ടോ.